നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരു കുടുംബമൊക്കെ അവരൊക്കെ പറഞ്ഞേക്കണത് നമ്മൾ അങ്ങനെ നോക്കരുത്, നമ്മൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞെന്താവണോ ഞാനൊന്ന് പറയട്ടെ ചക്ക. അങ്ങനെ വേണമെങ്കിൽ രാത്രി കണ്ണും തുറന്നിരിക്കാൻ വലിയ പ്രശ്നം കാര്യങ്ങളില്ല. രാവിലെ എടാ സപ്പോർട്ട് ചെയ്യടാ, അന്നെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങി വെച്ചേക്ക ഇവിടെ. ഞാനിപ്പോ എന്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ കഴിഞ്ഞു. ഡെലിവറി പെയിൻ ഓർത്ത് ടെൻഷൻ ഉണ്ടോ? നല്ല ടെൻഷൻ ഉണ്ട്. 7,000 എന്നൊക്കെ പറയുമ്പോ അന്ന് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ തുകയാണ്. ഇതാരാന്നാ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബേബിക്ക് പേര് കണ്ടുപിടിച്ചോ. ചേച്ചിയാണോ ചേട്ടനാണോ ഗർഭിണിന്ന് ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മള് റീസെന്റ് നമ്മള് ഒരു Q&A ക്വസ്റ്റ്യന്റെ ഇതിട്ടുണ്ടായിരുന്നു. കുറെ പേരായി ചോദിക്കണം ഹസ്ബൻഡിന്റെ കൂടെ Q&A ചെയ്യുന്നു. നമ്മൾ 2-3 Q&A ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ എല്ലാരും പറഞ്ഞനുസരിച്ച് നമ്മൾ ഇന്നൊരു Q&A ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഇതിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചാനൽ ഉണ്ട് കേട്ടോ, ഒരുപാട് പേർക്ക് അറിയില്ല. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ മതി, AMR എന്ന് നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചാനൽ ഉണ്ട്. അപ്ഡേറ്റ്സ് ഒക്കെ ഇടും. നമ്മൾ ലൈഫിൽ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ അതിൽ ഇടാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതിലായിരിക്കും ഞാൻ ഫസ്റ്റ് കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യാം. നമ്മുടെ ഡെയിലി ലൈഫിലെ നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ ഒരുപാട് പേർക്ക് അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ട്. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ജോയിൻ. അപ്പൊ അതിൽ ഞാൻ Q&A ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യണത്. എപ്പോഴും തന്നെ റിപ്പീറ്റേറ്റീവ് ആയ ക്വസ്റ്റ്യൻസ് കുറച്ച് ഞാൻ ആദ്യം തന്നെ പറയാം. അത് കഴിഞ്ഞ് നമുക്ക് അല്ലാത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഫസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ, ഇപ്പോഴും കുറെ പേർക്ക് എന്റെ ഹസ്ബൻഡിന്റെ പേരെന്താന്ന് ഭയങ്കര സംശയമുണ്ട്. അതൊരു വൃത്തികെട്ട പേരാന്ന് തോന്നുന്നു, ആൾക്കാർക്ക് പറയാൻ പറ്റാതെ. എന്താ പേര്? ആശ്രയ് എന്നാണ് ഹസ്ബൻഡിന്റെ പേര്. സ്പെല്ലിംഗ് വേണ്ടവർക്ക് ഹസ്ബൻഡിന്റെ ജോലി എന്താണ്? ഞാൻ ചൈനയിലെ ഒരു ട്രേഡിംഗ് കമ്പനിയിലെ സെയിൽസ് കോർഡിനേറ്റർ ആണ്, സീനിയർ സെയിൽസ് കോർഡിനേറ്റർ. ഹസ്ബൻഡ് അബ്രോഡിലാണെന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ എന്താ നാട്ടിലെന്നുള്ളത്? എന്താ നാട്ടില്? പിന്നെ ഇവർക്ക് അവിടെ മാത്രമല്ല ഇവിടെയും ഓഫീസ് ഉണ്ട്. അവിടെ ചെല്ലുമ്പോ അവിടെ വർക്ക് ചെയ്യും, ഇവിടെ വരുമ്പോ ഇവിടെ ഓഫീസ് ഉണ്ട്. ചൈനയിൽ ഓഫീസ് ഉണ്ട്, പനാമയിൽ ഓഫീസ് ഉണ്ട്, ഇന്ത്യയിൽ തന്നെ വേറെ സ്ഥലത്ത് ഓഫീസുകളൊക്കെ ഉണ്ട്. ഗുജറാത്തിലില്ലേ, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലായിടത്തും ഇവർക്ക് ബ്രാഞ്ച് പോലെ എല്ലായിടത്തും വർക്ക് ചെയ്യണുണ്ട് ഇവര്. അതുകൊണ്ട് ഇവര് എവിടെ നിന്നാലും ജോലി ചെയ്യണം. അപ്പൊ ഇവിടെ വരുമ്പോ ഇവിടെ ജോലി ചെയ്യും, അവിടെ ചെല്ലുമ്പോ അവിടെ ജോലി ചെയ്യും. പിന്നെ ആൾക്ക് അവിടെ പോയെന്ന് ഇവിടെ കുടുംബമൊക്കെ ഇല്ലേ, അപ്പൊ ആൾക്ക് ഇവിടെ വരണ്ടേ, എന്നെ കാണണ്ടേ അല്ലേ? നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരു കുടുംബമൊക്കെ അപ്പൊ ഇവിടെ വരുമ്പോ ഇവിടെ വീഡിയോ എടുക്കും. അബ്രോഡിലാണെന്ന് ചെയ്യുന്നത് നമുക്ക് അവിടെ. പിന്നെ ചേട്ടൻ ഒരു കുടുംബമൊക്കെ ആവുന്നൊക്കെ. പിന്നെ നമ്മൾ നോർമൽ ഇപ്പൊ അബ്രോഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് 1 വർഷം 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരിക. ടീച്ചമ്മ ഇടക്കിടക്ക് പോയി വരുന്നതുകൊണ്ടാണ് ആ ഒരു സംശയം. കാരണം നമുക്ക് അവിടെ വർക്ക് വിസ കിട്ടുന്നത് അത്ര ഈസി അല്ല. അതിന്റെ കുറച്ച് പ്രൊസീജിയേഴ്സിന്റെ പുറകിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല അവർക്ക് അവിടെ ഒരു പീക്ക് ടൈമിൽ എല്ലാവരും അവിടെ വേണം, അല്ലാതെ ചില സമയങ്ങളിൽ അവർക്ക് നാട്ടിലേക്ക് വരാം. അങ്ങനെ ഒരു നമുക്കൊരു ബാലൻസ്ഡ് ആണ്. ഇപ്പൊ ഇതുവരെയും അങ്ങനെയാണ്. അപ്പൊ നമുക്ക് കുറച്ച് നാൾ അവിടെ പോവാം, കുറച്ച് നാൾ ഇവിടെ വരാം, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയാണ് ഞാനും ചൈനയിൽ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി പോയത്. ഓക്കെ. പിന്നെ നമ്മുടെ വീട് എവിടെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്, നമ്മൾ പ്രോപ്പർ സ്ഥലം പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പറയാത്ത നമുക്ക് നമ്മുടേതായ ചെറിയ ചെറിയ പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് പേർക്ക് അറിയാം ഞങ്ങൾ എവിടെ താമസിക്കുന്നത് എന്നുള്ളത്. പക്ഷെ എനിക്കത് സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റ് അല്ല. നമുക്ക് നമ്മുടെ പ്രൈവസി ഉണ്ട്. ഞാനും കിച്ചാമിനും ഒറ്റക്കല്ല താമസിക്കുന്നത്, നമ്മുടെ ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത്. നമ്മളെല്ലാവരുടെയും പ്രൈവസിയും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണമല്ലോ. ഞങ്ങൾ തൃപ്പൂണിത്തുറയിലാണ്, ബേസിക്കലി ഞങ്ങൾ എറണാകുളംകാരാണ്. ഓക്കെ. പിന്നെ ഞങ്ങളുടെ പ്രായം ചോദിക്കുന്നുണ്ട്, കൊന്നാലും പറയില്ല എന്നൊക്കെ. നിങ്ങൾ ഗസ് ചെയ്യൂ പ്രായം. എത്ര ഉണ്ടാകും, കിച്ചാമിന് എത്ര ഉണ്ടാവും എന്നുള്ളത് ഗസ് ചെയ്യും. ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എത്ര പ്രൈസ് ഉണ്ട്, ഞങ്ങൾ എത്ര വയസ്സിന് ഡിഫറൻസ്. ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ നമ്മുടെ മറ്റേ എന്താ പറയാ
ഇൻസ്റ്റാഗ്രാം പേജസിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അല്ല, ഒരുപാട് പേര് ചിലപ്പോ കാണാത്തവരായിരിക്കും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നമ്മൾ ഒരുപാട് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എത്ര വയസ്സുണ്ട്, നമ്മൾ തമ്മിൽ എത്ര വയസ്സുണ്ട്, ഡിഫറൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ പിന്നെ പറയണ്ടേ. അപ്പൊ ഇത്തവണ നിങ്ങളൊന്ന് ഗസ് ചെയ്യ്, ഞങ്ങൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു. 55, 60 ഒന്നും പറയരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണേ, ചേച്ചിക്ക് ബേബി ബമ്പൊക്കെ വന്നു തുടങ്ങിയത് എത്ര മന്തിലാണ്? എത്ര മന്തിലാ? ഞാൻ ഇവിടെ വന്നപ്പോഴേ കണ്ട ബേബി ബമ്പ്. ആക്ച്വലി എനിക്ക് നേരത്തെ മുതലേ ബേബി ബമ്പ്. അത് ബേബി ബമ്പ് അല്ല, ഫുഡ് ബമ്പ് ആണെന്നേ ഉള്ളൂ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്രഗ്നന്റ് ആവണതിന് മുമ്പേ വ്യൂവേഴ്സ് പ്രഗ്നന്റ് ആക്കിയതാണ്. അതെ, പ്രഗ്നന്റ് ആയി ആരോ പറഞ്ഞു ആ ചേച്ചി പ്രഗ്നന്റ് ആണ്, എനിക്കറിയാം, എന്റെ വീടിന്റെ അടുത്താന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഞാൻ ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 3 വർഷവും ഞാൻ ഇവിടെ മേളിൽ ഇങ്ങനെ കെട്ടും. അപ്പൊ ഒരു പീസ് ഇങ്ങനെ ചാടിക്കിടക്കണോ അല്ല, അങ്ങനെ കെട്ടി 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 ശരിക്കും എന്റെ വയറിങ്ങനെ. അതെ, നല്ലോണം ഫുഡ് കഴിക്കുന്ന ആൾക്കാർ, അതുകൊണ്ട് ഞങ്ങൾക്ക് കുടവയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ടേ. കയറി ഇരുന്നോളൂ. അപ്പൊ ഞാനിങ്ങനെ കെട്ടൂല്ലോ, സാരി ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ട് ഒരു പീസ് ഇങ്ങനെ ശരിക്കും എന്റെ വയറിലിങ്ങനെ 2 പീസായിട്ട് കാണുമായിരുന്നു അല്ലേ. അതുകൊണ്ട് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബേബി ബമ്പൊക്കെ, അതെ ഇപ്പൊ കുറച്ച് പീസ് അധികം ആയിരുന്നുള്ളൂ. ബേബി ബമ്പൊക്കെ എനിക്ക് കുറച്ച് വിസിബിൾ ആയി തുടങ്ങിയത് ഒരു 4 മാസമൊക്കെ ആയപ്പോഴാണ് അത്യാവശ്യം വിസിബിൾ ആയി തുടങ്ങിയത്. ശരിക്കും അറിയാന്ന്. ചേച്ചിക്ക് ഡ്രീം എന്താണ്? ബോയ് ബേബി വേണമെന്നാണോ ഗേൾ ബേബി വേണോ? ഹസ്ബൻഡിന്റെ ഡ്രീം എന്താണ്? എന്തായാലും നമുക്ക് അങ്ങനെയല്ല. അത് എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആരോട് ചോദിച്ചാലും ചിലവര് പറയുന്നുണ്ടാവും കേട്ടോ, ചിലവർക്ക് ഇന്ന് കുട്ടി ആഗ്രഹമൊക്കെ ഉള്ളവരുണ്ടാകും. എങ്കിലും മെജോറിറ്റി ആൾക്കാരും പറയണത് അവർക്ക് അവരുടെ കുഞ്ഞ് ഹെൽത്തി ആയിട്ട് ഒരു തകരാറുകളും ഇല്ലാണ്ട് അങ്ങനെയുള്ളവരുണ്ടാവും. അല്ല, ഞാൻ പറയുന്ന ഒരു മെജോറിറ്റി ആൾക്കാർക്കും എന്താ കുഞ്ഞ് അങ്ങനെ ആൺകുഞ്ഞു വേണം പെൺകുഞ്ഞ് അങ്ങനെ ഇരിക്കില്ല. അല്ല, ഞാൻ സംസാരിച്ചവരൊക്കെ പറഞ്ഞേക്കണത് നമ്മൾ അങ്ങനെ നോക്കരുത്, നമ്മൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞ് എന്താവണോ. ഞാനൊന്ന് പറയട്ടെ ചക്ക, നമ്മുടെ കുഞ്ഞ് എന്താവണോന്ന് നോക്കരുത്, നമ്മുടെ കുഞ്ഞ് എപ്പോഴും ഹെൽത്തി ആവണമെന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് എല്ലാരും പറഞ്ഞു കേട്ടിരിക്കുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ്. വാട്ട് അബൌട്ട് യു? മെച്യൂരിറ്റി പറഞ്ഞു ഞാൻ അങ്ങോട്ട് അല്ല, പ്രഗ്നൻസി കഴിഞ്ഞ എനിക്ക് ആൺകുട്ടി ആവണം എന്നാണ്, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കുറെ പേരുടെ. അങ്ങനെയുള്ളവരുണ്ട്, നമുക്ക് അങ്ങനെ ഇല്ല കേട്ടോ. ചേച്ചി പ്ലീസ് സേ യുവർ പ്രഗ്നൻസി കംഫർട്ട് ഡ്രസ്. ഞാൻ ഇടുന്ന ഒരുപാട് ഡ്രസ്സുകൾ ഇത് എവിടെ നിന്നാന്ന് നിങ്ങൾ കമന്റിൽ ചോദിക്കണേ കാണാറുണ്ട്. എല്ലാത്തിനും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതാണ് കേട്ടോ. ഞാൻ ഇടുന്ന ഡ്രസ്സ് എന്റെ പേജ് ഞാൻ കൊടുക്കാം, ഇൻസ്റ്റാഗ്രാമിൽ കൂടിയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ കുറെ ഉടുപ്പ് നിങ്ങൾ ചോദിക്കണത് കിച്ചാമ്മൻ പുറത്തുനിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നതാണ് എനിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടിട്ട് അതൊന്നും ഇവിടെ നമുക്ക് ലിങ്കും തരാൻ പറ്റില്ല. ഞാൻ പുറത്തൊക്കെ പോകുന്ന ഉടുപ്പ് മെജോറിറ്റിയും കിച്ചാമ്മൻ കൊണ്ടുവരുന്ന ഉടുപ്പുകളാണ് അബ്രോഡിൽ നിന്ന് വരുമ്പോൾ. വീട്ടിൽ നിന്നൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ചേക്കുന്നത്. ഓക്കെ, ചേച്ചിയുടെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം, എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവും. കാരണം പ്രഗ്നൻസി റിലീവ് ആയത്. ഓ, അങ്ങനത്തെ മറക്കാൻ പറ്റാത്ത അനുഭവം. ഞാൻ വിചാരിച്ചു സാഡ് ആയിട്ടുള്ള വിഷമകരമായുള്ള അനുഭവങ്ങളാണ്. അതൊക്കെ മറക്കാൻ പറ്റില്ല കേട്ടോ. അയ്യോ, നമ്മുടെ കുഞ്ഞുണ്ട് എന്ന് അറിഞ്ഞതൊന്നും നമുക്ക് ഒരിക്കലും. എനിക്ക് വിഷമം വരുമ്പോ ഞാൻ പിടിച്ചിട്ടുണ്ട് അലക്കലക്കും. അപ്പൊ വിഷമങ്ങൾ മാറും. മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ഇപ്പൊ എന്നോട് ചോദിച്ചാൽ റീസെന്റ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നമ്മുടെ കുഞ്ഞ് വന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചു വന്നൊരു ആളാണ്. അറിഞ്ഞത് ഹോസ്പിറ്റലിൽ പോയതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്തത്. കാരണം നമ്മൾ ടെസ്റ്റ് റിപ്പോർട്ട്സ് ഒന്നും നമുക്ക് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ നമ്മൾ അത്ര ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. നിനക്കോ മറക്കാൻ പറ്റാത്ത അനുഭവം? ഇപ്പൊ ചോദിച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അതാണ്. കാരണം ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിന്നെ കുറെ പേര് ചോദിക്കാനാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ പ്രഗ്നൻസി എഡിഷൻ ചെയ്യണമെന്ന് എനിക്ക് എല്ലാ ദിവസവും ആഗ്രഹമുണ്ട് ഗൈസ്. മടിയാണ് എനിക്ക്. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിട്ടുണ്ട്. ഭയങ്കര മടിയാണ്. ലോങ് വീഡിയോസ് ഒക്കെ എനിക്ക് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ്. ഞാനൊരു നൈറ്റ് പേഴ്സൺ ആണ്. എനിക്ക് എത്ര നേരം വേണമെങ്കിലും രാത്രി കണ്ണു തുറന്നിരിക്കാൻ വലിയ പ്രശ്നം കാര്യങ്ങളില്ല. രാവിലെ എടാ സപ്പോർട്ട് ചെയ്യടാ. അപ്പൊ എനിക്ക് ഭയങ്കര മടിയാണ് ബേസിക്കലി. അതാണ് കാര്യം. ഞാൻ എല്ലാ ദിവസവും വിചാരിക്കും ഈവനിങ് റൊട്ടീൻ എടുക്കണം, സംഭവങ്ങളൊക്കെ കാര്യമായിട്ട് നടക്കും. പക്ഷെ ഈ ക്യാമറയും കൊണ്ട് ഇങ്ങനെ എല്ലാവർക്കും നടക്കണ്ടേ എന്നുള്ളൊരു മടി. എന്നെ ട്രോളാൻ പോകത്തത് എനിക്ക് വരെ ആവശ്യമില്ല. അതേ ഇരിക്കണം. കാശ് കൊടുത്ത് തന്നെ മേടിച്ചിട്ടുണ്ടെന്ന്.
ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഡ്യൂ ഡേറ്റ് എന്നാണെന്നുള്ളത്. അതും നമ്മൾ പറയാം, വഴിയേ പറയാട്ടോ. ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി പറയുന്നത് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് എന്റെ പ്രഗ്നൻസിയുടെ ഓരോ പീരീഡ് നിങ്ങൾ കാണുന്നതാണ്. ഞാനിപ്പോ എന്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കണക്കറിയാൻ പാടില്ല. സെക്കൻഡ് ട്രൈമസ്റ്റർ, ഫസ്റ്റ് ട്രൈമസ്റ്റർ, അതായത് 1, 2, 3 ഫസ്റ്റ് ട്രൈമസ്റ്റർ, 4, 5, 6 സെക്കൻഡ്, 7, 8, 9 തേർഡ്, അങ്ങനെ ട്രൈമസ്റ്റർ, അങ്ങനെ 3 ട്രൈമസ്റ്റർ. സെക്കൻഡ് ട്രൈമസ്റ്റർ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്ക് പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പറയണതിൽ എനിക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളുള്ള ആളാണ്. അതിൽ പിന്നെ അത് കൗണ്ടർ ചെയ്ത് പല ചോദ്യങ്ങളും വരും. അതിനേക്കാൾ ബെറ്റർ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇട്ടേക്കുന്നത്, എന്റെ എല്ലാ എന്ത് പരിപാടിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലും പരിപാടി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അതെന്താന്ന് വെച്ചാൽ എനിക്ക് അതാണ് ഇഷ്ടം. നമ്മളൊരു വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ഇടുന്നത്, ഇടുമ്പോഴേക്കും നാളെ നമ്മളുടെ കയ്യിലല്ലല്ലോ ഒന്നും, നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ അതെന്താന്ന് ചോദിക്കും. ആ ചോദ്യം നമുക്ക് ഒഴിവാക്കിക്കൂടെ, അതുകൊണ്ടിട്ടാണ് വിചാരിക്കണം. പിന്നെ പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറി പെയിൻ ഓർത്ത് ടെൻഷൻ ഉണ്ടോ? നല്ല ടെൻഷൻ ഉണ്ട്. ആഫ്റ്റർ ഡെലിവറി ഹസ്ബൻഡിന്റെ കൂടെ ഞാൻ തിരിച്ച് അബ്രോഡിലേക്ക് പോകുമോ? അപ്പൊ തന്നെ ഒന്നും പോവില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. കാരണം കിച്ചാമിന് ഓഫീസിൽ പോയാൽ ഞാൻ തന്നെ എല്ലാം ചെയ്യേണ്ടി വരും. കാരണം അവിടെ നമുക്കൊരു ടൈം എന്ന് പറയാൻ പറ്റില്ല. കാരണം 2 കൺട്രിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ടൈം കഴിയുമ്പോഴായിരിക്കും മറ്റിടത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെയും നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ലേറ്റ് ആവാം. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ റെഡി ആവില്ല. അത് മാത്രമല്ല ആൾക്കും ഭയങ്കര ടെൻഷനായിരിക്കും ഞാൻ അവിടെ ഒറ്റക്കാവുമ്പോഴേക്കും. ജോലിക്ക് വരുമ്പോ സമാധാനം ഉണ്ടാവില്ല. രണ്ടിടത്തും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, വർക്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബെറ്റർ നമ്മൾ ഇവിടെ നിൽക്കണാണ്. ഇവിടെ ആകുമ്പോ എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരെന്നെ നോക്കാനുണ്ട്, അല്ലെങ്കിൽ എനിക്കായാലും ഞാനും ഓക്കെയാണ്. ചേച്ചി കോഴ്സ് കഴിഞ്ഞ് വർക്ക് ചെയ്തായിരുന്നോ? കോഴ്സ് കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ കോഴ്സ് മോഹിനിയാട്ടത്തിൽ ഡിഗ്രിയാണ് ചെയ്തത്. പക്ഷെ ഞാൻ ഡിഗ്രിക്ക് പോണതിന് മുമ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ കോഴ്സ് കഴിഞ്ഞ് കുഞ്ഞായത് കൊണ്ടിട്ട് കുറച്ച് നാൾ ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ്, ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ചേച്ചി ലൈഫിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ നടന്നൊരു സംഭവം, അത് സാഡ് ആയിരിക്കാം ഹാപ്പി ആയിരിക്കാം, എക്സ്പെക്ട് ചെയ്യാതെ നടന്ന സംഭവം. അന്ന് നീ കല്യാണം എക്സ്പെക്ട് ചെയ്തില്ലേ? ഇല്ല, ഞാൻ കല്യാണം വേണ്ടെന്നല്ല, എന്റെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാണ്ട് വന്നൊരു സംഭവം, അത് എന്റെ ഇൻസ്റ്റാ ഫോളോ അടിക്കാമായിരുന്നു. അത് നിങ്ങക്ക് അറിയോന്ന് അറിയില്ല, ഇൻസ്റ്റാഗ്രാമില്ല നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അപ്പൊ തന്നെ ഫോട്ടോ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് പണ്ട് മെറ്റീരിയൽ തിങ് പോക്ക് ഇന്ന് 2 മിനിറ്റ് ഞാൻ എഴുന്നേറ്റിക്കട്ടെ പോക്ക്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കാണുക. എന്റെ ഭാര്യയാണ് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് എനിക്ക് വരുന്നതിൽ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ ഏതാ? ചേച്ചിക്ക് ഒരുപാട് കൊളാബറേഷനിൽ ഒരുപാട് സൺസ്ക്രീൻ കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? നമുക്ക് വന്നതിലെല്ലാം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണെങ്കിൽ പോലും അതിൽ കുറച്ച് ഫേവറേറ്റ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാറ്റഗറി പെട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ. ഇത് നമ്മുടെ ഡെർംഡോക്കിന്റെ അൾട്രാ വയലറ്റ് 4% നിയാസിനമൈഡ് വരുന്ന SPF 50 PA 3+ ഉള്ള ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത്. ഗൈസ്, ഇതൊരു പേർപ്പിൾ ഷെയ്ഡിലായിട്ട് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസ്ക്രീനുകൾ കാണുമ്പോൾ തന്നെ. ഈ ഒരു സൺസ്ക്രീനിന്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് purple.com കയറി നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള സൺസ്ക്രീൻ ആണ്. എനിക്ക് തോന്നുന്നു യൂസ് ചെയ്ത് എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീൻ ആണ് ഈ ഒരു അൾട്രാ വയലറ്റ് സൺസ്ക്രീൻ. നിങ്ങൾ 2 to 3 വീക്സ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു സ്കിൻ ബ്രൈറ്റൻ ആവുന്ന എഫക്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അത് കൂടെ നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കൂടി കിട്ടും എന്നുള്ള ഒരു ഡബിൾ ബെനിഫിറ്റ് ആണ്. എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഏത് പ്രോഡക്ട്സ് യൂസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് എടുത്തിട്ട് ഞാൻ കൈയിന്റെ ബാക്കിലൊന്നും ഇട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചു കേട്ടോ. നിങ്ങൾക്ക് ആ പേർപ്പിൾ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ പേർപ്പിൾ കളർ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലേക്ക് അബ്സോർബ് ആകണമുണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്ലോയും കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ അങ്ങനെ കാണുന്നത്. ഞാനപ്പോൾ ഫേസിലേക്ക് ഇട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് കയ്യിലിട്ടപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു യെല്ലോ ടോണിനെയൊക്കെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ഡോട്ട് ആയിട്ടാണ് ഈ ഒരു സൺസ്ക്രീൻ എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. എന്നിട്ട് ഞാൻ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല ഫേസ് നല്ലൊരു ബ്രൈറ്റൻ ആയിട്ടുള്ള
എഫക്റ്റ് ആണ് കേട്ടോ. ഒരു വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ. ഇതിൽ നാസനമൈഡ് ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളൊരു കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ നല്ലതായിട്ട് ബ്രൈറ്റ് ആവാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഫേസിൽ വരുന്ന ഗ്ലോയും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിന് ഒട്ടും തന്നെ ഓയിലി ആക്കില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു ഓയിൽ ബ്ലോട്ടിംഗ് പേപ്പർ എടുത്തിട്ട് ഫേസിൽ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അത് കാണാൻ പറ്റും. ഒട്ടും തന്നെ ഓയിൽ ആവുന്നില്ല കേട്ടോ നമ്മുടെ ഫേസ്. നിങ്ങൾ ബാംഗ്ലൂരാണ് താമസിക്കണമെങ്കിൽ ഈ പ്രോഡക്റ്റ് ജസ്റ്റ് 2 hours നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ജസ്റ്റ് purple.com ഓർഡർ ചെയ്താൽ മതി. ഈ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്ത് എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞാലും പർച്ചേസ് ചെയ്തിട്ട് മാത്രം ട്രൈ ചെയ്യാം. അപ്പൊ എന്തായാലും ഞാൻ പ്രോഡക്റ്റ് ഞാൻ ഇവിടെ താഴത്ത് ടാഗ് ചെയ്തിട്ടുണ്ടാവും. പ്രോഡക്റ്റ് പർപ്പിൾ അവൈലബിൾ ആണ്, ചെക്ക് ചെയ്യാൻ മറക്കണ്ട. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹസ്ബൻഡിന്റെ നെഗറ്റീവ് പോയിന്റ്സ് പറയൂ. നെഗറ്റീവ് പോയിന്റ്സ് ഞാനുമായി റിലേറ്റഡ് ആയിട്ടല്ല, ആളുടെ നെഗറ്റീവ് ആണ് ഞാൻ പറയണത്. എനിക്ക് അനുഭവപ്പെട്ട ഞാൻ പറയാലോ, അവരോട് ചോദിച്ചിട്ട് എന്ത് കാര്യം. ചൂട് എന്ന് പറഞ്ഞ സാധനം ഈ പുള്ളിക്ക് 7 അയലക്കത്ത് കൂടി പോകാൻ പറ്റില്ല. ക്ലൈമറ്റ് നമുക്ക് ചൂടടിക്കില്ല, നമ്മള് വെയിലത്തൊക്കെ നടക്കില്ല നമ്മള്. ഇത് ആരാന്നാ ചൂടത്തേക്ക് പോയി കഴിഞ്ഞാണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുന്ന ആളാണെങ്കിൽ ചൂടത്തേക്ക് പോകുമ്പോ ഇങ്ങനെ ഫേസ് മാറുന്ന കാണിക്ക്. ഇത് ഇങ്ങനെ ആരാണ്ടും പിടിച്ച് കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞ് ആരോടോ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി വഴക്ക് ഉണ്ടാക്കിയ പോലെ ആയിരിക്കും. ഒരു ആവശ്യം ഉണ്ടാവില്ല, നമ്മള് സാധാരണ സംസാരിച്ചോണ്ടിരിക്കുക. ചൂടെടുത്തു കഴിഞ്ഞാൽ കിച്ചാമിന്റെ സ്വഭാവം ഇതിങ്ങനെ മാറും. സത്യം. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യണോട്ടോ. അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ ആദ്യമൊക്കെ ഇത് എന്ത് പണ്ടാരത്, എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് തണുപ്പ് AC-യിലേക്കോ അങ്ങനെ കയറി കഴിഞ്ഞാൽ ഹായ് എലി പുന്നല്ലേ ഉണ്ടാവില്ല ചിരിക്കും. ചൂട് ഈ മനുഷ്യന് പറ്റില്ല. ചൂട് വന്നാൽ പെട്ടെന്ന് ക്യാരക്ടർ ചേഞ്ച് ആവും. അതുകൊണ്ട് ചൂടത്തേക്കൊക്കെ പോകുമ്പോ ഞാൻ നോക്കും, ദൈവമേ അന്യൻ നിന്ന് അമ്പിയിലേക്ക് അല്ല അമ്പിയിൽ നിന്ന് അന്യനിലേക്ക് മാറും കിച്ചാമൻ ചൂടത്തേക്ക് പോകുമ്പോഴേക്കും. ആ ചൂട് പറ്റേ ഇല്ല. അതൊരു നെഗറ്റീവാണ്. നമ്മൾ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു പോകണം. അതാണ് മനുഷ്യൻ. അതൊക്കെ നെഗറ്റീവാണ്, അത് മാറും കിട്ടും. വേറെ നെഗറ്റീവ്സ് ഒന്നുമില്ല, വേറെ ഒന്നുമില്ല കിച്ചാമൻ. ഞങ്ങള് കല്യാണത്തിന് മുന്നേ എങ്ങനെയാ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇതുവരെയും. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആവട്ടെ. ടച്ച് വുഡ്. മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് / awkward comment that you got in the comment section since starting the YouTube channel, how you reacted? നെഗറ്റീവ് കമന്റ്സ് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുമ്പോഴേക്കും വരും. നെഗറ്റീവ് കമന്റ് പല തരത്തിലുണ്ട്. നമ്മളത് മൈൻഡ് ചെയ്യാതെ വിടുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. യെസ്, നമ്മളൊരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പ്ലാറ്റ്ഫോം. ഇഷ്ടം പോലെ കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ വീഡിയോ പബ്ലിക് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഇപ്പൊ അതിൽ വന്നിട്ട് ചോദിക്കും നീ ആരാടാ, നമ്മൾ തിരിച്ച് നീ ആരാടാന്ന് ചോദിച്ചാലേ പ്രശ്നമുള്ളൂ. നീ ആരാ ചോദിച്ചാ പോട്ടെ, പോയിക്കോട്ടെ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതിൽ പലതരം ആൾക്കാർ കാണും. എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണുന്നവരുണ്ടാവും, നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ടാവും. അങ്ങനെ പല കാറ്റഗറി ആൾക്കാർ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടാവും. നമ്മൾ പബ്ലിക് ആയിട്ടാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം പലതരം ആൾക്കാർ കാണുന്നുണ്ട്, അതിൽ നിന്ന് പല കമന്റ്സ് വരും എന്നുള്ളത്. ഇതെല്ലാം നമ്മൾ സ്വീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ വരും എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ഇത് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ എന്നാണ് എൻ്റെ ഒരു പോളിസി. സോ നെഗറ്റീവ് പറയണവര് അവരൊരു ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് എടുക്കാറുണ്ട്. നെഗറ്റീവ് ഓക്വേർഡ് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ ഞാൻ ഇറിറ്റേറ്റഡ് ആവില്ല. അപ്പൊ നമ്മളൊരാൾ എന്ത് വീഡിയോ എടുക്കണം അത് അവരുടെ ഇഷ്ടം. കമന്റ് എന്തിണ്ടാവും നിങ്ങളുടെ ഇഷ്ടം. കമന്റ് എടുക്കണോ വേണ്ടെന്നുള്ളത് നമ്മുടെ ഇഷ്ടം. നിങ്ങൾ കമന്റ് ഇടുന്നു, എനിക്ക് താല്പര്യമില്ലാത്ത കമന്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു, ഞാൻ പോകുന്നു. ഞാൻ അങ്ങനെ അത്ര ഇറിറ്റേറ്റഡ് ആവാറില്ല. എനിക്ക് പൊതുവെ എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവർ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ അതെനിക്ക് ഉള്ളിലേക്ക് കൊള്ളുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ എന്തെങ്കിലും കേട്ടാ ഉണ്ടാണ്ടിരിക്കവിടെ. ബാക്കിയെല്ലാം ഞാൻ ചിലപ്പോ പിന്നെ എന്ത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട്, അതായത് നമ്മൾ തമ്മിൽ പറഞ്ഞിട്ട് ഞാൻ എന്റെ കാര്യത്തിന് പോകും. അവരവരുടെ കാര്യത്തിന് പറഞ്ഞു പോയി, അവരവരുടെ അഭിപ്രായം പറയുന്നു, ഞാൻ ഇത് കൂടി എടുത്ത് ഇത് കൂടി കളയുന്നു. അത്രേ ഉള്ളൂ. അതെനിക്ക് അങ്ങനെ വലിയ ഇറിറ്റേഷൻ ഒന്നും തോന്നാറില്ല. ഹായ്, ഞാൻ തമിഴ് ഭാഷയാണ് എനിക്ക്, മലയാളം കുറച്ച് അറിയാം. ചേച്ചി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന്. ചേച്ചി എങ്ങനെയാണ് കഷ്ടതകൾ അതായത് കഷ്ടപ്പാടൊക്കെ മാറ്റി എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണ എങ്ങനെയാണ്? ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്, ബേബിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. താങ്ക് യു. കഷ്ടതകൾ മാറ്റി ഞാൻ അങ്ങനെ ചിരിക്കാറൊന്നുമില്ല. കഷ്ടത വരുമ്പോ ഞാൻ കരയും. നോർമൽ പേഴ്സൺ ആണ്. നമ്മൾക്ക് ദേഷ്യം വരുമ്പോ നമ്മൾ ദേഷ്യപ്പെടും, സങ്കടപ്പെടുമ്പോ സങ്കടം കരയും, സന്തോഷം വരുമ്പോ ചിരിക്കും. ഇത് എന്നോട് ഞാൻ എങ്ങനെ പേഴ്സണലി ചെയ്യണമെന്നായിരിക്കും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക. പേഴ്സണലി ഞാൻ ഇങ്ങനെ
അത്രേ ഉള്ളു കാര്യം. നമ്മള് കരയും പോകും. ഞാനങ്ങനെ കൊറേ നേരം എടുത്തു വെക്കണ ആളല്ല. എനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടാൻ മാത്രം ഞാൻ കുറെ ദിവസത്തേക്ക് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുള്ളൂ. എങ്കിലും ഞാൻ അങ്ങനെയാണ് എല്ലാം തിരക്കുമ്പോഴും പറയും. അതെനിക്ക് അത്രയും കൊണ്ടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ മറന്നു പോകും അതിനെപ്പറ്റി. എനിക്ക് ഭയങ്കര മറവിയാണ്. അത് എനിക്കൊരു നല്ല പോയിന്റ് ആയിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ അത് നമ്മൾ വഴക്കല്ല ഞാൻ പോടാ അങ്ങനത്തെ സെറ്റപ്പിലേക്കൊക്കെ വരും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മറക്കണ ഒരാളായോണ്ട് എന്തെങ്കിലും പ്രശ്നം. നിങ്ങൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബേബിക്ക് പേര് കണ്ടുപിടിച്ചോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2 പേര് കണ്ടുപിടിച്ചു. ഒരു ആൺകുട്ടിയുടെയും ഒരു പെൺകുട്ടിയുടെയും പേര് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഞങ്ങൾ ഭയങ്കര ഓപ്പൺ ഹാർട്ടായിട്ട് നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്, റിക്വസ്റ്റ് ചെയ്യാണ്. നല്ല പേര് നിനക്ക്, അത് നല്ല പേര്, നല്ല ഇടിവെട്ട് പേര്, മറ്റേ ട്രാൻസ്ഫോമർ അതൊന്നും വേണ്ടട്ട. അങ്ങനത്തെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിപ്പോ നമ്മൾ അങ്ങനെ ഇടിവെട്ട് പേരെന്നൊക്കെ പറയുമ്പോൾ തണ്ടർസ്റ്റോം എന്നൊക്കെ പറഞ്ഞു നമ്മൾ നോക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മിത്തോളജി പ്രകാരം വിഷ്ണുവിന്റെ കുറച്ച് പേരുകളാണ് നമ്മൾ നോക്കുന്നത്. അത് എന്തുകൊണ്ടാണ് നമ്മൾ വിഷ്ണുവിന്റെ തന്നെ പേര് അല്ലെങ്കിൽ വിഷ്ണുവായി ബന്ധപ്പെട്ട വിഷ്ണു ഭഗവാനില്ലേ, വിഷ്ണു ഭഗവാനായിട്ട് ബന്ധപ്പെട്ട പേര് നോക്കണേ എന്നുള്ളത് നമ്മൾ പേരൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം പറയാം. വിഷ്ണുവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് നമുക്ക് വേണ്ടത്. ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും നല്ല പേരായിരിക്കണം. നല്ല നമുക്ക് കേൾക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കണം, റെയർ നെയിം ആയിരിക്കണം. കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്ന ഒരു പേരായിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് റെയർ ആയിട്ടുള്ള, യുണീക്ക് ആയിട്ടുള്ള, കേൾക്കുമ്പോൾ വാവ് എന്ന് തോന്നുന്ന കുറച്ച് ഇടിവെട്ട് പേരൊക്കെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അങ്ങനത്തെ ഹിന്ദു മിത്തോളജി ആയിട്ടൊക്കെ എന്തെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ പേരാണ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ കുഞ്ഞിന്റെ 28-നോ അങ്ങനെ കുഞ്ഞിന്റെ ആ ഒരു പേരിടൽ ചടങ്ങിന് നിങ്ങൾ ഡെഫിനറ്റ്ലി ഞാൻ ഇൻവൈറ്റ് ചെയ്യും. നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആ പേര് നമ്മൾ ആരിൽ നിന്നുള്ള പേരാണോ എടുത്തേക്കണം അവരെ നമ്മൾ ഡെഫിനറ്റ്ലി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഗസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും നിങ്ങൾക്ക് അറിയുന്ന നല്ല പേരുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. പിന്നെ എപ്പോഴും ആൾക്കാർ ഇപ്പോഴും കണ്ടിന്യൂസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ ലവ് മാരേജ് ആണോ എന്ന്. വൈ അല്ല പോടാ, ഞങ്ങളുടെ അറേഞ്ച് മാരേജ് ആണ്. ഞങ്ങളുടെ അറേഞ്ച് മാരേജ് ആണെന്ന് പറഞ്ഞപ്പോഴല്ല അറേഞ്ച് മാരേജ് ആയിട്ട് പോലും എന്താ നിങ്ങൾ ഇത്ര വൈബ് എന്ന്. അതെന്താ അങ്ങനെയൊക്കെ ചോദിക്കണേ? വൈബ് വേണ്ടെന്നാണോ? അത് അങ്ങനെ നമ്മൾ ലവ് മാരേജ് അറേഞ്ച് മാരേജ് ഒന്നും അല്ല നമ്മുടെ വൈബ് ക്രിയേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യണത്. നമ്മൾ 2 പേഴ്സൺ നമ്മുടെ ടൈംസ് ഒത്തുപോകുന്നുണ്ടോ, അതിലാണ് വൈബ് ക്രിയേറ്റ് ആവുന്നത്. ഹൗ ടു മെയിൻറ്റെയിൻ വെയിറ്റ് ഗെയിൻ ഡ്യൂറിങ് പ്രഗ്നൻസി. ഞാൻ ഇങ്ങനെ എന്റെ വെയിറ്റ് ഗെയിൻ മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അത് ഓരോരുത്തരുടെ എന്താ പറയാ ബോഡി ടൈപ്പ് ആണ്. അതായത് നമ്മള് ഫുഡ് കുറക്കുന്നുമില്ല, ഫുഡ് കൂട്ടുന്നുമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കണുള്ളൂ. എനിക്ക് വിശപ്പിനുള്ളതാണ് ഞാൻ കഴിക്കണത്. പിന്നെ നമ്മള് ഇതിനെ കണ്ട് തടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ വെയിറ്റ് ഒക്കെ കൂടിയിട്ടുണ്ട്. അത് നമ്മുടെ പ്രഗ്നൻസിയിൽ നോർമലാണ്. പിന്നെ ഒരുപാട് പേര് ഒരുതരം ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കമന്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഭയങ്കര തടിച്ചു കൊഴുത്തൂലോ, അങ്ങനെ ആയാലും ഇങ്ങനെയായാലും. ഞാൻ പ്രഗ്നന്റ് ആണ്. എന്റെ ബോഡിയിൽ ഇഷ്ടംപോലെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും, ബോഡി മാറും. ഒരു കുഞ്ഞിന് വരാൻ വേണ്ടിയിട്ട് എന്റെ ബോഡി റെഡി ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. ഒരുപാട് പേര് അതിന്റെ അടിയിൽ കമന്റ് ചെയ്യുന്നുണ്ട്, ആ കുട്ടി പ്രഗ്നന്റ് അല്ലേ, അതൊക്കെ നോർമൽ അല്ലേ. അത് ചോദിച്ച് നമുക്കൊരു നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കൊള്ളുമെങ്കിൽ എനിക്ക് കൊള്ളില്ല ഗൈസ്. കാരണം ഞാൻ വർഷങ്ങളായിട്ടൊന്ന് വണ്ണം വെക്കാനായിട്ട് തപസ് ഇങ്ങനെ ഇരുന്ന ആളാണ്. അങ്ങനെ ഇരുന്ന ആളിൽ നിന്ന് ആൾക്കാർ എന്നോട് നീ തടിച്ചൂലോ എന്ന് പറയുമ്പോഴല്ലോ എനിക്ക് തടിച്ചൂലോ എന്ന് പറയുമ്പോ ആൾക്കാർ വിചാരിക്കാൻ എനിക്ക് വിഷമാകുമെന്ന് വിചാരിച്ചിട്ട് പറയണവര്. പക്ഷെ നിങ്ങൾ ശരിക്കും അങ്ങനെ പറയുമ്പോൾ എനിക്ക് സന്തോഷമാവുന്നത്. ഓ ഞാൻ തടിച്ചു, റിയലി ആ സെറ്റപ്പിലേക്കാണ് ഞാൻ മാറിയേക്കണത്. ഞാൻ പറയടാ. സോ ഞാൻ വെയിറ്റ് ഗെയിൻ കാര്യങ്ങളൊന്നും ചെയ്യണില്ല. പിന്നെ എനിക്ക് പണ്ട് മുതലേ ബോൺ വെയിറ്റ് ആണ് കൂടുതലും വരാറുള്ളത്, അതുകൊണ്ടായിരിക്കും. പക്ഷെ വീഡിയോയിൽ കണ്ടിട്ട് നേരിട്ട് എന്നെ കാണുന്നവർ പറയുന്നുണ്ട്, വീഡിയോയിൽ കണ്ടിട്ട് നേരിട്ട് കാണുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് വീഡിയോയിൽ കാണാത്തതിന് വണ്ണമൊന്നുമില്ലല്ലോ, ചെറിയ കുട്ടിയാണല്ലോ. നമ്മൾ ജയലക്ഷ്മി ഇപ്പൊ പറഞ്ഞില്ലേ ചെറിയ കുട്ടിയാണല്ലോ എന്ന്. അപ്പം എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, അത് വേറെ കാര്യം. How was your husband handling your mood swings, if any, during pregnancy? എങ്ങനെയാ നീയാ പറയേണ്ടത്? നീ പറയൂ, നീ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാറ് എന്റെ മൂഡ് സ്വിങ്സ്? എനിക്ക് മൂഡ് സ്വിങ്സ് ഒന്നും ഉള്ള ആളല്ല ഞാൻ. മൂഡ് സ്വിങ്സ് ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾ മൂഡ് സ്വിങ്സ് ഉണ്ടാക്കും. എനിക്ക് അങ്ങനെ ഇപ്പം വീഡിയോസിൽ കാണുന്ന രീതിയിലുള്ള മൂഡ് സ്വിങ്സ് ഒന്നും എനിക്ക്, അത് ഞാൻ പറഞ്ഞ എന്റെ വീഡിയോസിലല്ല, പൊതുവെ അതായത് പൊതുവേ ഞാൻ കുറച്ചിങ്ങനെ വീഡിയോസിലൊക്കെ ഭയങ്കര നമുക്ക് ദേഷ്യം വരിക, പെട്ടെന്ന് അങ്ങനെ വരിക, പെട്ടെന്ന് അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് ലൈഫിൽ ഇതുവരെ നോർമൽ ആയിട്ട് പോകുന്നു.
അങ്ങനെ തന്നെയാ പോണത്. ഇതില് പ്രഗ്നന്റ് ആയതുകൊണ്ടിട്ട് എനിക്ക് അങ്ങനെയുണ്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്താ അതിനിടെ കുറച്ച് മടിയുണ്ട്. മടിയുണ്ട്. മൂഡ് സ്വിങ്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ഓക്കെ സമ്മതിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളുള്ളൂ, അല്ലാതെ മൂഡ് സ്വിങ്സ് ഒന്നും എനിക്കില്ല. ഇനി നെഗറ്റീവ് കമന്റ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നു ചേച്ചമ്മ നമുക്ക് പറയാൻ? അതിന്റെ ആവശ്യമില്ല. ചിലവരിവിടെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. വേണ്ടാട്ടോ അതൊന്നും വേണ്ട. ചേട്ടൻ എന്താ ഇത്രയും വയറ്? ചേച്ചിയാണോ ചേട്ടനാണോ ഗർഭിണിന്ന്? ഞാൻ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വല്ലതും ഡിലീറ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. അവര് പറഞ്ഞിട്ട് പോട്ടെ. എന്റെ ഹസ്ബൻഡിന് വയറുണ്ട്, എനിക്കില്ലാത്ത ബുദ്ധിമുട്ട് എന്തിനാണോ നാട്ടുകാർക്ക് എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ടിട്ട് എന്റെ ഭർത്താവിന് ഒരു ബുദ്ധിമുട്ടില്ല, എനിക്ക് അത്ര പോലും ബുദ്ധിമുട്ടില്ല. പിന്നെ എന്തിനാ നാട്ടുകാർക്ക് ഇത്ര ബുദ്ധിമുട്ട്? എനിക്ക് അതൊന്നും ഇഷ്ടമില്ല. എന്നെ പറയണ പോലെ അല്ല, എനിക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞാലും ഞാൻ അതിനെ കാര്യമായിട്ട് എടുക്കാറില്ല. കാരണം നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് ആണ്. ചമ്മ നല്ലോണം വയറ് തുറന്ന സമയം ഉണ്ട് കേട്ടോ, ഷുഗർ കട്ട് ചെയ്തപ്പോ. പക്ഷെ എനിക്കതൊരു പ്രശ്നമായിട്ട് ഫുഡ് കഴിച്ചിട്ട് വയറ് ചാടിയേക്കണേണ്. അത് നല്ല ഞങ്ങള് കഴിച്ചുണ്ടാക്കിയതാടാ, നമ്മള് നയിച്ചുണ്ടാക്കിയതാണ്, വെറുതെ ഒന്നും വന്നാല കളിക്കലീയേ. അപ്പൊ അങ്ങനെ ചോദിച്ച കുറെ കമന്റ്സ് ഞാൻ കണ്ടു കേട്ടോ. അതായത് ചേട്ടനാണോ ചേച്ചിയാണോ ഗർഭിണിന്ന് വെട്ടിട്ട് കാണിക്കാടാ ആരാ ഗർഭിണി. പിന്നെ ഞാനത് വീഡിയോ കണ്ടു, ഞാൻ എന്നെ ക്ലാരിഫൈ ചെയ്യുന്നില്ല. മറ്റേ ഭാര്യയുടെ കൂടുതൽ ഇത് വരുമ്പോ അതിന്റെ ഒരു സിംറ്റം കാണിക്കുന്നു. സ്നേഹം ഭാര്യ കൂടുതൽ അങ്ങനെ തന്നെയാണ്. ഭാര്യ കൂടെ സ്നേഹിക്കുമ്പോ അയ്യോ അപ്പൊ എന്റെ വയറ് ചടിച്ചടിച്ചടി വരൂലോടാ. സാരില്ലാട്ടോ, അതൊക്കെ എന്റെ സ്നേഹം ഇങ്ങനെ അടിഞ്ഞു കൂടിയതാ. നിങ്ങൾ സ്നേഹിക്കില്ലണ്ടാ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. So that's it for today. ഒരു ക്രൈംസ് ചെയ്തിട്ട് തരാം. അപ്പൊ ഇനി ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോയിട്ട് അടിച്ചൊക്കെ പിടിച്ചിട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് എല്ലാം ചെയ്യാൻ മറക്കണ്ട. അപ്പൊ അടുത്ത വീഡിയോ കാണട്ടെ.